നമസ്കാരം. ഇടതുമുന്നണിയുടെ ചിങ്കോട്ടുകളിൽ വെന്നിക്കൊടി പാറിച്ച് ബി.ജെ.പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പടയോട്ടം. തൃശൂരിൽ വോട്ടെണ്ണൽ 5ാം റൗണ്ടിലേക്ക് കടക്കുമ്പോഴും ലീഡ് നില കുത്തനെ ഉയർത്തി എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. 50,000-ഓളം വോട്ടുകൾക്ക് മുന്നിലാണ് അദ്ദേഹം. രാവിലെ 11 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 2 ലക്ഷം വോട്ടുകൾ ഇതുവരെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സ്വന്തമാക്കി. തൊട്ടു പിന്നിൽ 1,68,000 വോട്ടുകളുമായി എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറാണുള്ളത്. സുരേഷ് ഗോപിയെ അട്ടിമറിക്കുമെന്ന അവകാശവാദത്തോടെ യു.ഡി.എഫ് കളത്തിലിറക്കിയ കെ മുരളീധരൻ 1,61,000 വോട്ടുകൾ മാത്രം തേടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ ലീഡ് 50,000 കടന്നതോടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. ജില്ലാ ഓഫീസിൽ ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം കേരളത്തിലെ 17 മണ്ഡലങ്ങളിൽ യു.ഡി.എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. എൽ.ഡി.എഫ് 1 സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നു. ആലത്തൂർ മണ്ഡലത്തിലാണ് എൽ.ഡി.എഫ് ലീഡ്. വടകര സ്ഥാനാർത്ഥി മുൻ മന്ത്രി കെ ശൈലജയ്ക്ക് പോലും ലീഡ് ഉയർത്താനായിട്ടില്ല. എന്നാൽ എൻ.ഡി.എ 2 മണ്ഡലങ്ങളിൽ മുന്നിലാണ്. തൃശൂരും തിരുവനന്തപുരത്തുമാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികൾ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നത്. തരൂരും രാജീവും തമ്മിൽ തിരുവനന്തപുരത്ത് കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. 5,000 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത്. ത്രികോണ മത്സരം പ്രതീക്ഷിച്ച തൃശൂരിൽ ആദ്യഘട്ടം മുതൽ സുരേഷ് ഗോപി ലീഡ് നിലയിൽ മുന്നിലായിരുന്നു. എന്നാൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് 1,00,000-ലധികം വോട്ടുകൾ നേടിക്കഴിഞ്ഞിരുന്നു സുരേഷ് ഗോപി. 2ാം സ്ഥാനത്ത് തുടരുന്ന എൻ.ഡി.എ സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറിന് 82,000 വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചത്. 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട യു.ഡി.എഫിന്റെ കെ മുരളീധരൻ 72,000 വോട്ടുകൾ മാത്രമായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ വിജയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വലിയ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി.ജെ.പി.